ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ വചന പരമ്പരയിലേക്ക് വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ, അതായത് അബ്രഹാമിന്റെ 7 വിധ അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അബ്രഹാമിനെയും ലോത്തിനെയും ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ആ താരതമ്യ പഠനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ വിളിക്കുന്നവനും വിളിക്കാത്തവനും തമ്മിലുള്ള ഒരു അന്തരം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു, അല്ലേ? അതുകൊണ്ട് ലോത്തിന് ഉണ്ടായ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ലോത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ദൈവത്തെ അറിയാതെ, അല്ലെ, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളിൽ കടിച്ചുകൂടി നിന്ന ലോത്ത് ദൈവത്തെ അറിയുന്നതിൽ യാതൊരുവിധ താല്പര്യവും താൻ കാണിച്ചില്ല, അല്ലെ? അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം തനിക്ക് പറയുവാനായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് അവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പൊ ലോത്തിനെ നമ്മൾ ചിന്തിച്ചപ്പോൾ, ലോത്ത് ദൈവം പറയുന്ന ഒന്നും അനുസരിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ അവന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി, അതുകൊണ്ട് ഉപ്പ് തൂണായിട്ട് ഭവിച്ചു, അല്ലെ? പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു, പുറകോട്ട് തിരിഞ്ഞു നോക്കി, അത് എന്തായി? അത് ദോഷമായിട്ട് ഭവിച്ചു, ഉപ്പ് തൂണായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് ചിന്തിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നവരായിരിക്കരുത്. ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. പുറകോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത് വലിയ ദോഷമായിട്ട് ഭവിക്കും എന്നുള്ള കാര്യമാണ്. ഇതിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ വന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കർത്താവിനെ അറിഞ്ഞ ശേഷം തിരിച്ചു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ദോഷം നിങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ലോത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത്, അല്ലെ? അവർ പിന്നിലേക്ക് നോക്കി, അല്ലെങ്കിൽ പുറകോട്ട് നോക്കിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെ? ഒരു കുടുംബത്തിലെ ഒരു അംഗം അവർക്ക് നഷ്ടമായി. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ അംഗം, അതായത് ഭാര്യ, അയാൾക്ക് നഷ്ടമായി എന്നുള്ളതാണ് ലോത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം നമുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പിശാചിന്റെ കരവലയവും പിശാചിന്റെ ആയുധപ്പുരിയും ഒക്കെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത് ലോത്തിന്റെ ജീവിതത്തിലും. ലോത്ത് പിശാചിന് അല്ലെങ്കിൽ പിശാചിന് പണിയുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ലോത്ത് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തെ നമ്മൾ ധിക്കരിക്കുമ്പോൾ അത് പിശാചിന് ഗുണമാണ്. കാരണം പിശാചിന്റെ കളിപ്പാവയാണ് പിന്നെ നമ്മൾ. ലോത്ത് ഇവിടെ കളിപ്പാവയായി മാറുന്നു എന്നുള്ള സത്യം കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോ പിശാചിന്റെ കളിപ്പാവയായി, അല്ലെ? അപ്പോ പിശാച് എത്രയും നാളും ലോത്തിനെ ആക്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാ? അബ്രഹാമിന്റെ അനുഗ്രഹം ലോത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം അത് ലോത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹബന്ധം, അബ്രഹാമിനുള്ള സ്നേഹബന്ധം നിമിത്തമാണ് ലോത്തിനെ ഇത്രയും കാലം എന്ത് ചെയ്ത് ദൈവം ശിക്ഷിക്കാതെ വിട്ടുകളഞ്ഞത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ തരുണത്തിൽ മറന്നു പോകരുത്. അപ്പോ ഇങ്ങനെയൊരു കാര്യം അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ മുന്നോട്ട് വായിക്കുകയാണ്. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം 27-ാമത്തെ വാക്യമാണ്. 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ഇരുന്നു. സോദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ദൈവത്തിന്റെ ഭക്തനായ അബ്രഹാമിനെ ദൈവം സൂക്ഷിച്ചു. ആ നഗരം നശിച്ചു എങ്കിലും അബ്രഹാമിനെ ദൈവം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ കാണുകയാണ് അതിന്റെ നാശം, അല്ലെ, ആ ദേശത്തെ നശിപ്പിക്കുന്ന നാശം നേരത്തെ തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. 18-ാം അധ്യായത്തിൽ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് അബ്രഹാമിനോട്, അതായത് ഭക്തനെ അറിയാതെ, ദൈവത്തിന്റെ ഭക്തനെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്നതിനുള്ള ഉത്തമ ഒരു തെളിവാണ് അബ്രഹാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച. ആ പട്ടണം നശിക്കുന്നു എന്നുള്ള കാഴ്ച അവൻ കാണുന്നു. അപ്പോ അവിടെ നമുക്ക് പഠിക്കുവാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 8-ന്റെ 1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവം അബ്രഹാമിനെ ഓർക്കുന്നു. എന്തുകൊണ്ടാണ്? അവന് അബ്രഹാം ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് തന്നെയും, അവൻ നല്ലൊരു ഭക്തനായിരുന്നത് കൊണ്ടും ദൈവം അവനെ ഓർത്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെയും ദൈവം ഓർക്കും. ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളെ ഓർക്കുന്നത്? അവനുമായി നല്ല സഹിത്വവും അവനോടൊപ്പം നല്ല സ്നേഹബന്ധവും ഉണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല എന്നുള്ള കാര്യമാണ് അബ്രഹാമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ ആ ദേശത്തിന്റെ നാശം കണ്ടു. ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം ശിക്ഷ വരുത്തുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിനെ അറിയിച്ചിരുന്നു, അല്ലേ? അതുകൊണ്ട് ഫലമായിട്ടാണ് ലോത്ത് കുറെയൊക്കെ രക്ഷപ്പെട്ടത്. എങ്കിലും ലോത്ത് എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായിരുന്നു. അവൻ നിരസിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 19:30, ഉൽപ്പത്തി പുസ്തകം 19:30, അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി. അവനും അവന്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. അപ്പോ 2 പുത്രന്മാരും ചെന്ന് എവിടെ പാർത്തു? പർവ്വതത്തിൽ ചെന്ന് പാർത്തു. അപ്പോ എന്താണ് പർവ്വതത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് പർവ്വതത്തിൽ പോയി പാർത്തു എന്ന് നമ്മൾ 19:30 നമ്മൾ കാണുന്നു. അപ്പോ അവിടെ ഇരിക്കുകയാണ്, സോബാലിൽ പാർപ്പാൻ അവർ ഭയപ്പെട്ടു. അവനും അവന്റെ 2 പുത്രന്മാരും ഒരു ഗുഹയിൽ പാർത്തു. അപ്പൊ ഭയമുണ്ട്, അല്ലേ? ജീവിക്കണമെന്നൊരു ആഗ്രഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോത്തിനുണ്ടായി. അതുകൊണ്ടാണ് ലോത്ത് സോവാറിലേക്ക് പോകുന്നത്. ഞാൻ സോവാറിലേക്ക് പോകുന്നൊക്കെ ദൈവത്തോട് പറഞ്ഞു എങ്കിലും എന്താണ്, പർവ്വതങ്ങളിലേക്ക് തന്നെ ഓടേണ്ട അവസ്ഥ വന്നു. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഓടിക്കും. എന്തുകൊണ്ടാ? ദൈവത്തിന് വിപരീതമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഓടിക്കാൻ ശ്രമിക്കും. അവിടെ നിന്ന് ദൈവം തന്നെ നമ്മളെ ഓടിക്കും. അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കണം. അല്ലെങ്കിൽ ദൈവം ചിലപ്പോൾ നമ്മളെ ഓടിക്കും. ചില സമയത്ത് നമ്മൾ ഓടേണ്ടതായിട്ട് വരും. നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ ഓടും, അല്ലേ? അതുകൊണ്ട് ലോത്ത് ഇവിടെ ഓടുന്ന ഒരു കാഴ്ച കണ്ടു, അല്ലേ? അവന് ഓടുകയായിരുന്നു അല്ലേ? അവിടുന്ന് വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. സോവാറിൽ നിൽക്കാനൊക്കത്തില്ല. അവിടുത്തെ പ്രതികൂലവും അവിടുത്തെ പ്രതിസന്ധിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ലോകത്തിന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവിടുന്ന് വിട്ടുപോയെന്ന് എഴുതിയേക്കുന്നു. അപ്പം നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയാണ്. ദൈവത്തെ മറന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം പറയുന്നത് അനുസരിക്കാതെ, ദൈവം ഇന്ന സ്ഥലത്ത് നമ്മളോട് പോകണമെന്ന് പറഞ്ഞാൽ പോയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവന്റെ 2 പുത്രിമാരും ഗുഹയിൽ പാർത്തു എന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ ലോത്ത് തന്റെ പെൺമക്കളെ എന്ത് ചെയ്യുന്നില്ല? ആത്മീയപരമായി യാതൊരു രീതിയിലും വളർത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ സംഭവിച്ചത്.
അതാണ് ലോത്തിന്റെ ചരിത്രം നമ്മളെ എന്ത് ചെയ്യുന്നു, വളരെ ദുഃഖകരമായ ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്താണ്, ലോത്ത് ദൈവത്തിൽ വിശ്വസിച്ചോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ലോത്തിനെ ദൈവം നീതിമാനായി കണക്കാക്കി. എന്താണ് ദൈവം കണക്കാക്കി എന്ന് പറയുവാനുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സോദോം എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്ന് മാറിപ്പോകാതെ എന്ത് ചെയ്തു, അത്യാഗ്രഹത്തോടെ തെറ്റായ തീരുമാനത്തോടെ ജഡീകനെ പോലെ അവിടെ ജീവിച്ചു. സോദോം എങ്ങനെയുള്ള സ്ഥലമാണെന്ന് തനിക്ക് അറിയാമായിരുന്നു. അവിടെയുള്ള ആളുകളുടെ ജീവിത രീതിയൊക്കെ ആർക്കറിയാമായിരുന്നു? ജീവിത രീതിയിൽ ലോത്ത് ദുഃഖിതനായിരുന്നു. എന്നിട്ടും അവിടെ തന്നെ എന്ത് ചെയ്തു, ജീവിക്കാൻ ലോത്ത് തീരുമാനിച്ചു എന്നുള്ളതാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ തന്റെ പെൺമക്കളെ ദൈവഭവനത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ ലോത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അവിടെ എല്ലാം ലോത്ത് പരാജയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ദൈവ ഭയം ലോത്തിനില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തെ ഭയക്കുക. ദൈവത്തിനു മുമ്പിൽ ഒരു ഭയം നിങ്ങൾക്കുണ്ടാകണം, അല്ലേ? ദൈവ ഭയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിഗളിക്കാൻ തുടങ്ങും. പണ്ടൊരുത്തൻ നിഗളിച്ചു. അവന്റെ പേരെന്തായിരുന്നു? നമ്മള് ലൂസിഫർ എന്നൊക്കെ പറയുന്ന ഒരു മാലാഹ, അല്ലേ? അവനിങ്ങനെ ചിറകൊക്കെ ആട്ടുമ്പോ സൗണ്ട് കേൾക്കും. എല്ലാവിധ വാദ്യോപകരണങ്ങളുടെ സൗണ്ടുകൾ അവന്റെ ചിറകുകളിൽ കേൾക്കാമായിരുന്നു എന്നാണ് അവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അങ്ങനെ അവൻ ദൈവത്തെ പോലെയാകാൻ, ദൈവത്തിന് സമനാകുവാൻ ശ്രമിച്ചു. അവനെ വെട്ടി താഴെയിട്ടു ദൈവം. അപ്പോ ദൈവഭയമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? നിഗളമുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവഭയമില്ലെങ്കിൽ അവിടെ നമുക്ക് നിഗളമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ, 2 പത്രോസ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ, സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ചു, ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണ്? അതിനൊരു ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ്? വരും തലമുറകൾക്ക് അതൊരു ദൃഷ്ടാന്തമാണ്. ആര്? ഈ ലോത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? വരും നാളുകൾക്ക് ഒരു എന്താ പറയാ, ഒരു ദൃഷ്ടാന്തമാക്കി അതിനെ വെച്ചു എന്ന് പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അവിടെ നമ്മൾ കാണുമ്പോൾ രണ്ട് പുത്രിമാരും അവന്റെ 2 പുത്രിമാരാണ്. ആ 2 പുത്രിമാർ ഇവിടെ താമസിച്ചു, ഗുഹയിൽ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു. അപ്പോ മൂത്തവൾ ഇളയോട് പറയുകയാണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അപ്പൻ എന്തായിരിക്കുന്നു? വൃദ്ധനായിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. അപ്പൊ അവര് ചിന്തിക്കുകയാണ്, ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. വരിക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മക്കളെ ആത്മീയരമായ രീതിയിൽ വളർത്താഞ്ഞത് കൊണ്ട് ലോത്തിന്റെ മക്കൾക്ക് എന്താണ്? പാപം അവരുടെ ജീവിതത്തിലേക്ക്, അതായത് സ്വന്തം അപ്പനോട്, അല്ലെ, അപ്പനിൽ നിന്ന് സന്തതി ജനിക്കുവാനുള്ള
പ്രയത്നങ്ങളിലേക്ക് അവർ എന്ത് ചെയ്യാണ്, ശ്രമിക്കുകയാണ്. വളരെ തെറ്റായ ഒരു കാര്യം അല്ലേ? അപ്പനോടൊപ്പം വീഞ്ഞു കുടിച്ച് ശയിക്കുക. ഇത് ചിലപ്പം അവർക്ക് സൊദോമിൽ നിന്ന് കിട്ടിയതാവാം. ഈ ഒരു സ്വഭാവം സൊദോമിൽ നിന്ന് അവർക്ക് ലഭിച്ചതാകാം എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് അല്ലേ? സൊദോമ്യ പാപം പെരുകിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ആത്മീയരമായി വളർത്തുന്നതിൽ എന്താണ്, ലോത്ത് പരാജയപ്പെട്ടു പോയിരുന്നു മക്കളെ. അതെ, അതുകൊണ്ടാണ് പെൺമക്കളെ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ലോത്തിന് കഴിഞ്ഞില്ല എന്നാണ് ലോത്തിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും എന്താണ്, ജഡീകരായി ജീവിക്കുന്ന വിശ്വാസികളുടെ ഒരു ചിത്രമാണ് ലോത്ത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ പിന്നീട് എന്ത് ചെയ്യും, വലിയ നഷ്ടം നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ കാണാം. ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതാണ്, അതിലെങ്ങനെ ജീവിക്കണമെന്നും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ലോകരെ പോലെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്നിവയിൽ സ്വാർത്ഥതയോടുകൂടി ജീവിച്ചാൽ എന്താണ്, അന്ത്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും, വലിയ നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യവും മറന്നു പോകരുത്. അപ്പം ഇവിടെ ലോത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, ആത്മീയരമായി മക്കളെയൊക്കെ എന്ത് ചെയ്യണം, ആത്മീയരമായി വളർത്തിക്കൊണ്ട് വരുവാൻ ശ്രമിക്കണം. ഈ ലോകത്തിന്റെ ചിന്തകളിൽ കൊണ്ടുപോയി വളർത്താതെ എന്ത് ചെയ്യണം, ദൈവം നൽകുന്ന ഉപദേശത്തിൽ, ദൈവവചന വെളിപ്പാടിൽ വളർത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണമെന്നുള്ള കാര്യമാണ് നമുക്ക് ലോത്തിന് ഒരു ദൃഷ്ടാന്തമാക്കിയിട്ട് പത്രോസ് അപ്പോസ്തലൻ വച്ചിരിക്കുന്ന കാര്യം നമ്മൾ വായിച്ചു അല്ലെ? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു അല്ലേ? അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് വീഞ്ഞു കുടിച്ച് സ്വന്തം അപ്പന്റെ കൂടെ ശയിക്കാം എന്നുള്ള ബോധം അവർക്കുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. അവർക്ക് ഇത് എവിടെ നിന്നുണ്ടായി, ദൈവത്തിന്റെ എന്താണ് ഒരു ആത്മീയമായ രീതിയിൽ വളർത്തുന്നതിൽ ലോത്ത് എന്ത് ചെയ്തു, പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു, അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ അന്ന് രാത്രിയിൽ അവർ അവനെ വീഞ്ഞു കുടിപ്പിച്ച് മൂത്ത മകൾ അടുത്തു ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. അതെ, അവൻ അറിഞ്ഞതേയില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് അവൻ അറിഞ്ഞത് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേന്നാൾ മൂത്തവൾ ഇളയവളോട്, ഇന്നലെ രാത്രിയിൽ ഞാൻ അപ്പനോട് കൂടെ ശയിച്ചു, നാം അവനെ ഇന്നും രാത്രിയും വീഞ്ഞു കുടിപ്പിക്കുക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീ മകത്തിരുന്ന് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ ഇതിനകത്തു നിന്ന് വലിയൊരു പാഠം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മക്കളെയൊക്കെ ആത്മീയപരമായ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അവസാനം അതൊരു ദോഷമായി തീരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് ലോത്തിന്റെ ഈ പാഠം നമ്മളോട് ഓർപ്പിക്കുകയാണ് അല്ലേ? അങ്ങനെ അന്ന് രാത്രിയും അവൾ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് ഈ ഇളയവൾ ചെന്ന് അവനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റു അവൻ അറിഞ്ഞില്ല. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു എന്ന് 19-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിച്ചു എന്നാണ് അതിനെക്കുറിച്ച് കാണുന്നത്. മോവാബ്യരും അമ്മോന്യരും ഇസ്രായേലിന്റെ ശത്രുക്കളായി തീരുന്നതിന് ഈ ഒരു ജന്മം കാരണമായി എന്നാണ് പറയുന്നത്. ലോത്തിന്റെ പുത്രന്മാർ അവനോടുകൂടെ അത്തരത്തിലുള്ള പാപം ചെയ്തു. തീർച്ചയായും എല്ലാ പാപങ്ങളുടെ ഭയങ്കരമായ പ്രത്യാഘാതത്തിലേക്കാണ് ഇത് കൊണ്ടുവന്ന്, ഇതെന്താണ്, ഭയങ്കരമായിട്ടുള്ള ഒരു പാപത്തിന്റെ ഒരു പ്രത്യാഘാതത്തിലേക്കാണ് ഇത് മാറ്റപ്പെട്ടു എന്നാണ് പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
അങ്ങനെ മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോവാബിയർ എന്ന് പേരിട്ടു. ഇന്ന് അവൻ നിന്നുള്ള മോവാബിയർക്ക് പിതാവാണ്. ഇളയ മകളും ഒരു മകനെ പ്രസവിച്ചു, അവന് ബെൻ അമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെൻ അമീൻ എന്ന പേരിന്റെ അർത്ഥം എന്റെ ജനതകളുടെ മകൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേരിട്ടു. ഇവൻ ഇന്ന് അമ്മോന്യർക്ക് പിതാവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ലോത്തിനെ പോലെ ആകരുത്. അബ്രഹാമിന്റെ ജീവിതം തിരഞ്ഞെടുക്കുവിൻ. അബ്രഹാം ജീവിച്ചത് നിങ്ങൾക്കൊരു മാതൃക തന്നെയാണ്. അദ്ദേഹം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മക്കളെ ആത്മീയപരമായ ജീവിതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദാനമാണ് നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത്. അവരെ ആത്മീയമായ രീതിയിൽ വളർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അന്ത്യനായ വിധി സമയത്ത് അതൊരു ചോദ്യമായി നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ മക്കളെ ആത്മീയപരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് വളരെ അനുയോജ്യമായ നാളുകൾ വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കൂടിയിരുന്ന ഗെരാരിൽ പരദേശിയായി പാർത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗെരാർശ രാജാവായ അബീമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളിച്ചെയ്തു. അപ്പം അബ്രഹാം അവിടെ ചെന്നപ്പോൾ പെങ്ങളെന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. നമ്മളത് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പഠിച്ചതായിരുന്നു. അപ്പം ദൈവം ഈ രാജാവിനോട് ഇടപെട്ടു. കാരണം അബ്രഹാം ദൈവത്തോട് സഹിത്വമുണ്ടായിരുന്നുകൊണ്ട്, സ്നേഹബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ആ പ്രശ്നവും അവിടെ പരിഹരിച്ചു അല്ലെ. അബ്രഹാമിന്റെ മണ്ടത്തരങ്ങൾ അല്ലെ, അബ്രഹാം കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് അല്ലെ, ദാസിയില് മകൻ ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത മണ്ടത്തരത്തിൽ എന്താണ്, പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വാദം. ഇങ്ങനെയെല്ലാം അബ്രഹാം ചില മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ കാണിക്കും. കാരണം ദൈവവുമായി സഹിത്വമുണ്ടെങ്കിലും ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നിട്ട് നമ്മൾ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. അതൊക്കെ നമുക്ക് ദോഷമായിട്ട് ചില അവസരങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ദൈവം നമ്മളുടെ സ്നേഹം നിമിത്തം എന്ത് ചെയ്യും, പലപ്പോഴും നമ്മളെ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കാറുണ്ട്. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞ് എപ്പോഴും അത് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും തെറ്റായ ഒന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്നവനോട്, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളിച്ചെയ്തു. എന്നാൽ അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? ഇവൾ എന്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എന്റെ ആങ്ങളെയെന്ന് അവളും പറഞ്ഞു. ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന, എന്നാൽ അപ്പൊ സാറയെ രക്ഷിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു, വീണ്ടും ഇടപെടുകയാണ്. ദൈവം പലപ്പോഴും ഇടപെടുകയാണ്. കാരണം ദൈവം തന്റെ ഭക്തനെ ഒരിക്കലും മറന്നു കളയുന്നില്ല. ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകേണ്ട കാലങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ മുമ്പിൽ അതിക്രമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അബ്രഹാം എന്ത് ചെയ്തു, തെറ്റ് കാണിച്ചു. കാരണം തനിക്ക് അപ്പപ്പോ രക്ഷപ്പെടാൻ വേണ്ടി താൻ എന്ത് ചെയ്യും, ഓരോരോ മണ്ടത്തരങ്ങള് താൻ കാണിക്കും. ദൈവം ഭാഗം തെറ്റാണ് എങ്കിലും ദൈവത്തിന് പറഞ്ഞ വാക്സിത്വം മാറ്റാൻ ഒക്കുകയില്ല. കാരണം പറഞ്ഞ ഉടനെ ദേശം വിട്ട് വന്നവനാണ്, ചാർച്ചക്കാരെ വിട്ട് വന്നവനാണ്, താൻ പറഞ്ഞതെല്ലാം അനുസരിച്ചവനാണ്.
അതുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവനെ വീക്ഷിക്കാൻ പറ്റുകയില്ല. അബ്രഹാമിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്താണ്, ദൈവത്തിന് ഇങ്ങനെ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. അപ്പം ദൈവം ഓരോരുത്തരെ തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ കൂടെ നിൽക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കുന്ന ദൈവമാണ്. പക്ഷെ പരീക്ഷണത്തിന്റെ കൂടെ സംരക്ഷിക്കുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞ് നമ്മളത് എന്ത് ചെയ്ത് മുതലാക്കി എടുക്കരുത്. അവൻ എന്നും സംരക്ഷിക്കത്തില്ല. കാരണം നമ്മളും കുറെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ എന്ത് ചെയ്തു? അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ അല്ലെ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. അപ്പൊ ദൈവത്തോട് പാപം ചെയ്യുന്നു അല്ലെ, സാറ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തോട് പാപം ചെയ്യുന്ന പോലെയാണ്. ദൈവഭക്തനെ തൊടുന്നത് എന്താണ്? അവന്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ്. അത്രയ്ക്ക് അവൻ സൂക്ഷിക്കുന്ന ദൈവമാണ്, അത്രയ്ക്ക് നമ്മളെ കരുതുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എബ്രഹാമിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാക്കി അവസാനം വരെയും കൊണ്ടുവന്ന് നടത്തുവാൻ അല്ലെ, നരയ്ക്കുവോളം ചുമക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് കാണുന്നത്. നമ്മൾ നരക്കുവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനാ. അവൻ നമ്മളെ എന്ത് ചെയ്യത്തില്ല? മറന്നു കളയത്തില്ല. നമ്മുടെ ഒരു തലമുടി പോലും താഴെ വീഴുന്നത് അവൻ അറിയാമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും മറന്നു കളയില്ല. ആ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ്. ഈ കാലങ്ങളിൽ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാവുക തന്നെ ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മളെ കൂടെയുള്ളത്. ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവജനമേ, നമുക്ക് ആ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാവുക തന്നെ ചെയ്യും എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇപ്പോൾ ആ പുരുഷൻ തന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവന് പ്രവാചകനാകുന്നു, ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെ മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളിച്ചെയ്തു. അബീമേലെക്ക് അതികാലത്ത് എഴുന്നേറ്റ് തന്റെ സകല വൃദ്ധന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെ അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അബീമേലെക്ക് അബ്രഹാമിനെ വിളിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു? ചെയ്തതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല. നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. അപ്പോ അവിടെ അബീമേലെക്ക് അബ്രഹാമിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. മഹാപാപം അല്ലെ, ദൈവത്തിന്റെ ഭക്തനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതൊരു മഹാപാപമായിട്ടാണ് ദൈവവചനം പറയുന്നത്. മഹാപാപം. അപ്പൊ മഹാപാപമാണ് ദൈവ ജനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭക്തനെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. മഹാപാപം എന്നാണ് രാജാവിന്റെ വായിൽ നിന്ന് വന്നത്. ചെയ്യാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത്? അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല. അപ്പൊ അബ്രഹാം പറയുകയാണ്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല അല്ലേ. ദൈവത്തെ കുറിച്ചുള്ള ഭയം വേണം. ഭയമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് പാപം ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും കാരണമായി തീരുന്നത് ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. ബൈബിളിൽ നമ്മൾ ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ അതായത് എന്താണ് ഈ പദം കാണുന്ന ഒരു കുറ്റവാളി എന്ന നിലയിലുള്ള ഭയമല്ല. ഇത് എന്താണ്? ആരോഗ്യകരമായ ഭയവും ദൈവത്തോടുള്ള ഒരു ബഹുമാനവുമാണ്. പാപം ചെയ്താൽ എന്താണ്? നാം ദൈവത്തെ വ്രണപ്പെടുത്തുകയാണ്, അതുപോലെ തന്നെ വേദനിപ്പിക്കുകയാണ് എന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. മാനവജാതി ദൈവത്തോട് എന്ത് ചെയ്യണം? ഭയഭക്തി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്
പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ദോഷത്തെ വിട്ടകലുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് 20-ന്റെ 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേ? മോശ ജനത്തോട് എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ദൈവത്തോടുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം. അല്ലെ? അവൻ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമാണ്. പാപം പരീക്ഷിക്കേണ്ടത്, നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ പാപം ചെയ്യാതിരിക്കണം, എന്ത് ചെയ്യണം? അവനോട് ഭയം വേണം. ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യുകയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് നമുക്ക് എന്താണ്? ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു ഭയം ഉണ്ടാകണം. ഭയമില്ലെങ്കിൽ, ഭയമില്ലാത്തപ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്ന, അല്ലെങ്കിൽ പാപത്തിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെ? അപ്പം എൻ്റെ ഭാര്യ, അപ്പം ദൈവഭയമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങളിൽ 16-ന്റെ-16 നമ്മൾ വായിക്കുമ്പോൾ, 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്ന എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം പ്രാപിക്കുന്നത് എന്താണ്? സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. അല്ലെ? ദയയും വിശ്വസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. 16:6 ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോഭക്തി കൊണ്ട് മനുഷ്യർ എന്ത് ചെയ്യുന്നു? ദോഷത്തെ വിട്ടകലുന്നു. അപ്പൊ യഹോവ ഭക്തി ഉണ്ടാകണം. യഹോവ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ദോഷം വിട്ട് നമുക്ക് അകലാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അല്ലേ? ദോഷം വിട്ട് അകലണമെങ്കിൽ എന്ത് ചെയ്യണം? യഹോവയോടുള്ള ഭക്തി ഉണ്ടാകണം. അപ്പോ ദൈവത്തെയും ദൈവകൽപ്പനകളെയും അനുസരിക്കുവാനും ദൈവത്തോടുള്ള ഭയം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹനമായി തീരുന്നു. ആവർത്തന പുസ്തകം 5-29 നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിക്കുന്നത്, നിന്നോട് പറഞ്ഞ വാക്ക്, 29-ാമത്തെ വാക്യത്തിൽ, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായി ഇരിപ്പാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നു. അപ്പൊ ഭയപ്പെടണം. അല്ലെ? അവരെന്നെ ഭയപ്പെടേണ്ടതിന്, അവർക്ക് നന്നായി ഇരിപ്പാൻ എന്ത് ചെയ്യണം? അവർ എന്നെ ഭയപ്പെടേണ്ടതിന് എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്ന ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഭയം ഉണ്ടാകണം. ദൈവത്തോടുള്ള ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പാപം വരത്തില്ല. ദൈവഭക്തി എന്ത് ചെയ്യും? ദൈവത്തോടുള്ള ഭക്തി നമ്മളെ പാപത്തിൽ നിന്നും അകറ്റുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 6:2 നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം, അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ഇവയാകുന്നു. അപ്പൊ എന്താണ് 2-ാമത്തെ വാക്യത്തിൽ? അവനെ ഭയപ്പെടേണ്ടതിന്. ഭയപ്പെട്ടാൽ എന്ത് ചെയ്യും? നീ ദീർഘായുസ്സോടെ ഇരിക്കും. അതുപോലെ തന്നെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും എന്ത് ചെയ്യുന്നു? അനുസരിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തോടുള്ള ഭയം നമുക്കുണ്ടാകണം. ഭയമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയില്ല. പാപത്തിൽ നിന്ന് നമ്മൾ പാപത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ
അപ്പോൾ ആ ഭയത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ യഹോഭക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഹോഭക്തി എന്താണ്? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 111:10 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 111:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പൊ യഹോഭക്തി അപ്പൊ എന്താണ്? നമ്മൾ ജ്ഞാനം വരുത്തുന്നു. യഹോവയോടുള്ള ഭയം നമ്മളെ എന്ത് ചെയ്യുന്നു? പാപത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? പാപത്തിൽ നിന്ന് നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാപത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മളിൽ ഉളവാക്കുന്നു, അല്ലെങ്കിൽ പാപമാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉളവാക്കുന്നു എന്നുള്ള കാര്യവും ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ യഹോവയോടുള്ള ഭയം ദൈവ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നു. ആവർത്തന പുസ്തകം 6:24 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 6:24 24ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെ ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അനുഗ്രഹത്തിന് കാരണമാകുന്നു ഈ ഭയം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? അവിടെ എഴുതിയിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25:14 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25:14 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25:14 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ സാഹിത്യം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അപ്പോ അനുഗ്രഹം, യഹോവയുടെ അനുഗ്രഹം എപ്പോഴും എന്ത് ചെയ്യും? അവനോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലെ? ആ ദൈവത്തിനുള്ള ഭയം അല്ലെങ്കിൽ ഭക്തി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 33-ാം 18-19 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 33-ാം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. 19 വാക്യത്തിൽ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. അതായത് ദൈവഭക്തി അല്ലെങ്കിൽ യഹോവയുള്ള ഭക്തി നമുക്ക് ഉണ്ടാകണം. ആ ഭക്തിയാണ് നമ്മളെ വിടുവിക്കുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലേ? അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു, അല്ലെ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും എന്താണ്? മുട്ടില്ലല്ലോ. അപ്പൊ അനുഗ്രഹങ്ങൾ വരികയാണ്, അവന് ഒന്നിനും മുട്ടില്ല എന്നുള്ള കാര്യമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യഹോവയുടെ ദൂതൻ എന്ത് ചെയ്യും? 7-ാമത്തെ വാക്യത്തിൽ അവന്റെ ഭക്തന്മാർ ചുറ്റും എന്ത് ചെയ്യും? പാളയമിറങ്ങി അവരെ രക്ഷിക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യഹോവയുടെ മുമ്പിൽ നമുക്ക് എന്താണ്? ഒരു ഭയമുണ്ടാകണം. ദൈവത്തോട് നമുക്കൊരു
ഭയമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്? ഭക്തി ഉണ്ടാകണം. ഭക്തി ഉണ്ടാകുമ്പോൾ എന്താണ്? അനുഗ്രഹങ്ങൾ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ കുറഞ്ഞത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ നമ്മൾ വലഞ്ഞതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഈ തരുണത്തിൽ നമ്മുടെ ദൈവഭക്തിയോടെ, ദൈവഭയത്തോടെ നമ്മൾ മുന്നോട്ട് വരുമെങ്കിൽ നമ്മളെ കരുതുന്ന അബ്രഹാമിനെ കരുതിയ ദൈവം നമ്മളെയും കരുതും എന്നുള്ള കാര്യമാണ് ഈ വചനങ്ങളിലുടനീളമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ദൈവമേ, ഈ ജനത്തെയും അവിടുന്ന് വർദ്ധിപ്പിച്ച് അങ്ങേക്ക് കൊള്ളാവുന്നവരാക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇതിൽ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കണം, രാജ്യത്തെ അനുഗ്രഹിക്കണം. സുവിശേഷ വേല നിമിത്തം ഭാരപ്പെടുന്ന ഓരോ ദൈവദാസന്മാരെയും കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണങ്ങളിൽ ദൈവവചനം പ്രസ്താവിച്ചതുകൊണ്ട് ഉപദ്രവം അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെയും ദേവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് വിടുവിക്കണം. കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കണം. ആരെയും ഉപദ്രവിക്കാതെ വണ്ണം ക്രിസ്തു യേശുവിൽ നിലനിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ തരത്തിൽ കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് എല്ലാവർക്കും ജോലി നൽകി അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ച് കേട്ട സൂത്രം മാനവ മഹത്വം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്വതം